ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാനിതിന് തൊട്ട് മുമ്പ് ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും പോയി ഉറപ്പായി കാണുക. അതുപോലെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ വെയിറ്റ് ഗെയിനെ പറ്റിയുള്ള ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി. എനിക്ക് വെയിറ്റ് ഗെയിനിൽ നോക്കുന്നതിന് തൊട്ട് മുമ്പ് നല്ല രീതിയിലുള്ള വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. ഞാനതെങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിയിലുള്ള ഹെയർ ഫാൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മസിൽ പെയിൻ നല്ല രീതിയിലുണ്ടായിരുന്നു, ജോയിൻസുകളെല്ലാം നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിരുന്നു, എപ്പോഴും ഒരു തരത്തിലുള്ള ക്ഷീണം, നമുക്ക് ഉറങ്ങി എഴുന്നേറ്റാലും ഉറക്കം കംപ്ലീറ്റ് ആവാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഫീവർ വരിക, അങ്ങനെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ വിറ്റാമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വിറ്റാമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുന്നതും അത് ബന്ധപ്പെട്ട ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് മെഡിസിൻ എടുക്കുന്നതും നല്ലതായിരിക്കും. അത് നിങ്ങളെ ഒരുപാട് രീതിയിൽ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കാൽസ്യം വിറ്റാമിൻ ഡിയും പരസ്പരം കൈകോർത്തിരിക്കുന്ന രണ്ട് ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും കാൽസ്യം കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫുഡിൽ എത്രത്തോളം നമ്മൾ കാൽസ്യം ഉൾപ്പെടുത്തി കഴിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഫുഡിൽ എത്രത്തോളം കാൽസ്യം ഉൾപ്പെടുത്തി കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് കാൽസ്യം അബ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി അത്യന്താപേക്ഷിതമാണ്. ഇപ്പം നമ്മുടെ എല്ലിലേക്കും പല്ലിലേക്കും എല്ലാം വേണ്ടുന്ന കാൽസ്യം അബ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് വിറ്റാമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളെ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള ഉറക്കം. നമ്മളിപ്പം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുത്തു, ബാക്കി എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് നോക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെയെല്ലാം നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. നമ്മളൊരു ദിവസം 6 അവേഴ്സെങ്കിലും കുറഞ്ഞത് ഉറങ്ങാൻ ശ്രമിക്കുക. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടെൻഷൻ. പലതരത്തിലുള്ള ടെൻഷനിലൂടെ ആയിരിക്കും നമ്മൾ ഓരോ ദിവസം കടന്നു പോകുന്നുണ്ടായിരിക്കുക. ജോലി സംബന്ധമായത്, അല്ലെങ്കിൽ എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള ടെൻഷനുകളും സ്ട്രെസ്സുകളും നമുക്കുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ടെൻഷനുകളും സ്ട്രെസ്സുകളും എല്ലാം നമ്മളെ വെയിറ്റ് ലോസിലോട്ടായിരിക്കും കൊണ്ടുപോകുക. അപ്പം വെയിറ്റ് ഗെയിൻ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്കെങ്കിലും മൈൻഡ് കുറച്ച് റിലാക്സ് ആക്കി വെക്കാൻ നോക്കുക. അത് നിങ്ങൾ ഒരുപാട് തരത്തിൽ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡയറ്റ് എടുക്കുന്നതിനോടൊപ്പം പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ടിനും എല്ലാത്തിനും ഒപ്പം നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റും കൂടെ വെച്ചിട്ട് നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ നടക്കും. അപ്പോൾ ഒരു ദിവസം ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാൻ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വെയിറ്റ് ഗെയിനെ പറ്റിയുള്ള ലോങ് വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള വർക്കൗട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ പേഴ്സണലി ജിമ്മിൽ പോയി വർക്കൗട്ടൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയെ നല്ല രീതിയിൽ വെയിറ്റ് ഗെയിൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ബോഡി കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ശരീരത്തിൽ കൂടുതൽ അബ്സോർവ് ചെയ്യാനും നല്ല രീതിയിൽ വിശപ്പുണ്ടാകാനും ഒക്കെ ഒരുപാട് രീതിയിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാവർക്കും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള വെയിറ്റ് ഗെയിൻ വർക്കൗട്ട് വീഡിയോസ് അവൈലബിൾ ആണ്. അതല്ല ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെന്നുള്ളവർക്കാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. നിങ്ങളടുത്തുള്ള പേഴ്സണൽ ഏതെങ്കിലും ജിം ട്രെയിനറുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. അപ്പം വെയിറ്റ് ഗെയിനെ പറ്റിയുള്ള മാക്സിമം കാര്യങ്ങൾ ഞാൻ ഈ 2 വീഡിയോസിലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.